സർക്കാരിന്റെയും സർക്കാരിന്റെ എന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട കായിക പ്രേമികളുടെ താല്പര്യത്തിനൊപ്പം ഈ ചാനലുകളും മാധ്യമങ്ങളും നിൽക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താല്പര്യം അത് തെറ്റാണ്. അതിന് അർജന്റീനയ്ക്കെതിരായിട്ടാണ് നിങ്ങൾ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ പറയുന്നു കരാറിൽ ബന്ധപ്പെട്ട ലംഘനം ഇപ്പോൾ ഉണ്ടായിട്ടില്ല, അവരിങ്ങനെ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. വീണ്ടും ഞാൻ ഒന്നും കൂടി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയാം. കാരണം അവര് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് കഴിയില്ല എന്നും പറഞ്ഞിട്ട് അതിലെന്താ സംവിധാനമുള്ളത്? അതിലെന്താ തെറ്റായിട്ടുള്ളത്? ഒരാള് ഇങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ താല്പര്യത്തിന് ഇതിനല്ല ഞങ്ങൾ പണം അടച്ചത് എന്ന് പറയുന്നതിന് എന്താ തെറ്റ് പറയണ്ടേ? അതിനല്ലേ ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനിക്കുന്നത്. അതായത് നിങ്ങളെ കണ്ടത് നന്നായി, ഞാനതൊന്നും പറയരുതെന്ന് ആഗ്രഹിച്ചാണ്. പിന്നെ ഈ വസ്തുത വെക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ അതും വന്നോളൂ. സ്പോൺസർ പണം നൽകിയിട്ടുണ്ട്, കരാറ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അർജന്റീനൻ ടീമിന്റെ ഒരു വരവിനെ ഒരു കായിക മന്ത്രി എന്ന രീതിയിൽ ഈ ഡിസംബറിനകത്ത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. അതല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആഗ്രഹിച്ചത് അതല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ലേ, അതിനു വേണ്ടിയിട്ടല്ലേ ഇത്ര ശ്രമിക്കുന്നത്. ചെറിയ കാര്യമാണ് ഇത്രയും പണം കണ്ടെത്തുക എന്നുള്ള, ചെറിയ കാര്യമൊന്നുമല്ല. ഇതിന് ഇത്ര പണം അയക്കാൻ റിസർവ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ, കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഒക്കെ അനുമതി തേടുക അത് അഴിമതി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രോസസ്സല്ലേ. അതെല്ലാം നമ്മൾ സംസ്ഥാനം നേടിയെടുത്തിട്ടല്ലേ ഈ ഒരു രീതിയിലേക്ക് പോയത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞു പോയതല്ലല്ലോ. എല്ലാ പ്രാഥമികമായി എടുക്കേണ്ട എല്ലാ അനുമതികളും, എക്സ്റ്റേണൽ അഫയേഴ്സ് വരെ ഇതിന്റെ കോപ്പികൾ പോകും. ഇതെല്ലാം ചെയ്തിട്ടല്ലേ നമ്മൾ ഈ രീതിയിലേക്ക് വന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ വസ്തുത. അത് മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലിയാൻഡ്രോ കരാർ ലംഘനം നടത്തിയെന്നുള്ളത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. അല്ലല്ല, ഒരു മിനിറ്റ്. ഇപ്പോൾ ഞാൻ വീണ്ടും പറയാം, ലിയാൻഡ്രോ ഇത് നടത്തിയെന്നൊന്നും നിങ്ങൾ വിളിച്ചു പറയണ്ട. നിങ്ങളാണെല്ലാം വിളിച്ചു പറയുന്നത്. ഇവിടെ ഉണ്ടായതെന്താ, ഇത്തരത്തിൽ ലിയാൻഡ്രോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വാട്സപ്പ് ചാറ്റ് വരുന്നു. എന്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ സാധനത്തിൽ ഈ ഒരു എന്താ പറയാ പ്രൊഫൈലല്ല. അത് നിങ്ങളെ സോഴ്സുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. എനിക്കറിയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അതാണെങ്കിൽ തന്നെ ഞങ്ങളാരും പറഞ്ഞല്ലോ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞെന്താ, ഞാനിപ്പോ പറഞ്ഞെന്താ, നമുക്ക് ഡിസംബറിൽ കളിക്കണം, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറം ഇതൊരു വലിയൊരു വാർത്തക്കുള്ള സ്കോപ്പ് പിന്നെന്താ അതിൽ എനിക്ക് പറയാനുള്ളത്. ധർമ്മപുരിയിലത്തെ വാർത്ത ഇപ്പൊ 24 നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതൊന്നും ഉഷാറായിട്ട് ചെയ്യും. അതൊരു ശരാശരി മലയാളിക്ക് മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കും. ഒരു ശരാശരി മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങളും ആഗ്രഹിച്ചതാണ്, കായിക വകുപ്പും ആഗ്രഹിച്ചതാണ്, മെസ്സിയെപ്പോലെ ഒരു ലെജൻഡിനെ കേരളത്തിലെത്തിക്കുക, അത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പരിചയപ്പെടുത്തുക, അവര് നമ്മുടെ ഫാൻസിനെ കാണുക, അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് പുതിയ ഫുട്ബോൾ യുവത്വം അതിലേക്ക് ആകർഷിക്കുക, കൂടുതൽ ശക്തമാകുക. അതൊക്കെ ഇന്ത്യയിലെ എല്ലാ ടീമിലും ഇപ്പം മലയാളികളില്ലേ. അത് നമ്മുടെ ഫുട്ബോളിലുള്ള നമ്മളോട് ആരാധനയല്ലേ, നമ്മുടെ ഒരു ഇഷ്ടമല്ലേ, അത് തന്നെ നമ്മളും ആഗ്രഹിച്ചു. അപ്പോൾ അവരെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്പോൺസർ ആ പണം അടച്ചിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറം ഇനി എന്താ ചെയ്യുക? ഒരു രാജ്യം പറയുമ്പോൾ അങ്ങനെ എളുപ്പമൊന്നുമില്ല. അത് അങ്ങനെ നിലവിലുള്ള വാക്കിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമൊന്നും എളുപ്പമൊന്നുമില്ല. അതിനതിന് സംവിധാനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം.